മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ പൂക്കൾ തരുന്ന രണ്ട് പ്ലാന്റ്സ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഒന്ന് നമ്മുടെ റോസാ ചെടിയാണ്, ബഡ് റോസ് ഉണ്ട്, അതുപോലെ തന്നെ നാടൻ റോസാ ചെടിയുണ്ട്. ഇപ്പോൾ കാണിക്കുന്നത് ബഡ് റോസാണ്. നാടൻ റോസാ ചെടിയുടെ കമ്പിൽ പിന്നെ ഹൈബ്രിഡ് റോസാ ചെടി വെച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനാണ് ബഡ് റോസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു പൂക്കളൊക്കെ ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമ്മളൊന്ന് തൊട്ട് താഴെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ വർഷത്തിൽ ഒരു 2 പ്രാവശ്യം നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കുക. അതുപോലെ DAP പോലത്തെ വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. അടുത്ത പ്ലാന്റാണ് നമ്മുടെ പിന്നെ ബോൾസ് ചെടി കേട്ടോ. ബോൾസ് ചെടി ഇതുപോലെ തന്നെയാണ്. മഴക്കാലത്തും വേനൽക്കാലത്തൊക്കെ നമുക്ക് നിറയെ പൂക്കൾ ഉണ്ടാകും. ഇതൊരു മുറ്റത്ത് വെച്ചിട്ടുള്ള ചെടിയാണ്. പക്ഷേ ബോൾസും ചെടിക്ക് അധികം മഴവെള്ളം പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് നിറയെ വേനൽക്കാലത്ത് പൂക്കൾ ഉണ്ടാകും, അതുപോലെ തന്നെ മഴക്കാലത്ത് പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് കേട്ടോ. ഇതും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക. അതുപോലെ മാസത്തിലൊരിക്കൽ നല്ലൊരു ഫെർട്ടിലൈസർ കൊടുക്കുക കേട്ടോ. നമ്മൾ നടുന്ന സമയത്ത് തന്നെ നല്ലൊരു പോട്ടി മിക്സ് കറക്റ്റ് ആയാൽ മാത്രമേ നമ്മുടെ ഏത് ചെടിയും നന്നായിട്ട് വളരുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് പിന്നെ കടലപ്പിണ്ണാക്കിൻ്റെ പൊടി, അതുപോലെ തന്നെ ചാണകപ്പൊടി, എല്ലുപൊടി, അതുപോലെ തന്നെ ചകിരിച്ചോറ്, മണ്ണൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു പോട്ടി മിക്സിൽ നട്ടു കൊടുക്കുക. അതുപോലെ തന്നെ റോസാ ചെടി നടുന്ന സമയത്ത് പോട്ടി മിക്സിൽ നല്ലൊരു പോട്ടി മിക്സിലാണ് നട്ടു കൊടുക്കേണ്ടത് കേട്ടോ. റോസാ ചെടിക്ക് വെയിൽ വേണം, പക്ഷേ ഈ ചെടിക്ക് വെയിൽ വേണ്ട.